Good morning. Today going to talk about CRM formation process. കസ്റ്റമർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ സെക്കൻഡ് യൂണിറ്റിലെ പോർഷനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. CRM ഫോർമേഷൻ പ്രോസസ്സ്. CRM refers to a decision regarding initiation of a relation activities for a firm respect to specific group of customers or to a individual customer with whom company wishes to engage cooperative and collaborative relationship. നമ്മൾ CRM എന്ന് പറയുന്ന ഫോർമേഷൻ പ്രോസസ്സിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സിനോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സിനോ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് നമ്മുടെ കമ്പനിയിൽ വന്നിട്ടുള്ളതോ വരാൻ പോകുന്നതോ ആയിട്ടുള്ള കസ്റ്റമേഴ്സിനുമായിട്ട് നമ്മളൊരു റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നതാണ് CRM ഫോർമേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ. ഇതിൽ നമുക്ക് ഇൻ ദ ഫോർമേഷൻ പ്രോസസ് 3 ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ്: ഡിഫൈനിങ് ദ പർപ്പസ്, എന്ത് ഉദ്ദേശത്തിന് വേണ്ടിയാണ് അവരുമായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യുന്നത്; സെലക്ടിങ് പാർട്ടീസ്, നമ്മൾ പാർട്ട്നേഴ്സിന് അപ്രോപ്രിയേറ്റ് CRM പ്രോഗ്രാം, അതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ്, അതായത് കസ്റ്റമർ പാർട്ട്നേഴ്സിനെ നമ്മൾ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്, ഏതൊക്കെ ആൾക്കാരെയാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇപ്പോൾ ഒരു ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ് മാർക്കറ്റിൽ സെയിൽ ചെയ്യുകയാണെങ്കിൽ ആ പ്രൊഡക്റ്റ് വാങ്ങാൻ കഴിയുന്ന ആൾക്കാരെ മാത്രമേ കോൺടാക്ട് ചെയ്തിട്ട് നമുക്ക് കാര്യമുള്ളൂ. അപ്പോൾ ആ ആൾക്കാരെ മാത്രം കണ്ടിട്ട് അവരെ നമ്മൾ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരു ലാപ്ടോപ്പ് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് കണ്ടെത്തുക, അവർക്കത് എത്തിക്കാനുള്ള വഴികൾ നോക്കുക. അപ്പോൾ അതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. അപ്പോൾ അവരുമായിട്ട് കോൺടാക്ട് ചെയ്യുക, അവരെ വാങ്ങാനുള്ള ഇൻഡ്യൂസ് ചെയ്യുക എന്നുള്ളത്. പർപ്പസ് ഓഫ് CRM ഓപ്പറേഷണൽ ഗോൾസ്. നമുക്ക് CRMൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓപ്പറേഷണൽ ഗോൾസാണ്. മാർക്കറ്റിംഗ് പ്രൊഡക്ടിവിറ്റി, നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഒന്ന് കസ്റ്റമറിൽ നല്ല മാർക്കറ്റിലെ നമ്മുടെ പ്രൊഡക്റ്റിന് നല്ല ഷെയർ ഉണ്ടാക്കുക. അതായത് മാർക്കറ്റിൽ കസ്റ്റമേഴ്സിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയാമെന്നുള്ളതാണ് മെയിനായിട്ട് അറിയിക്കുക. അപ്പോൾ അതുവഴി മാർക്കറ്റ് ഇമ്പ്രൂവ് ചെയ്യുക, മാർക്കറ്റിൽ നമ്മുടെ ഷെയർ ഇമ്പ്രൂവ് ചെയ്യുക. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യുക? മാർക്കറ്റിൻ്റെ എഫിഷ്യൻസി കൂട്ടുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കമ്പനിയിൽ വന്നിട്ട് പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട് അവർ താല്പര്യം കാണിക്കുക. അപ്പോൾ അതിൻ്റെ ഓർഡർ പ്രോസസ്സ് ചെയ്യുക, ഇൻവെൻട്രി മാനേജ്മെൻറ്റ്. നമുക്ക് ഇതേപോലെ തന്നെ ഓൺലൈനിലേക്ക് പോവാം. ഓൺലൈൻ പർച്ചേസിൽ നമുക്ക് ഒരുപാട് സൈറ്റുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ നമ്മളുടെ സൈറ്റിൽ നിന്ന് തന്നെ കൂടുതൽ പർച്ചേസ് കാര്യങ്ങളൊക്കെ നടത്തുകയാണെങ്കിൽ അതിന് കൂടുതൽ ഓഫറുകൾ കാര്യങ്ങളൊക്കെ കൊടുക്കുക. അത് കറക്റ്റായിട്ട് ഇൻറ്റിമേഷൻ കൊടുക്കുക, ഇങ്ങനെയുള്ള ഓഫറുകൾ വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ സാധ്യതയുള്ള ആൾക്കാർക്കൊക്കെ മെസ്സേജ് പാസ് ചെയ്യുക. അതൊക്കെയാണ് ഓഫറിങ്സ് കാര്യം. ഇൻഡിവിജ്വലായിട്ട് കൊടുക്കേണ്ടതുണ്ടാവും, പേഴ്സണലായിട്ട് കൊടുക്കേണ്ടത്. അതൊക്കെയാണ് കസ്റ്റമർ റിലേഷൻഷിപ്പിൽ നമ്മൾ കസ്റ്റമറായിട്ട് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. അതിന് സ്ട്രാറ്റജിക് പ്രോസസ്സാണ്. നമ്മൾ അതിനുപയോഗിക്കുന്ന തന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റിവ്യൂ കോർപ്പറേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. ഇപ്പോഴുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയും കോർപ്പറേറ്റ്, അതായത് ആ ടൈപ്പ് ഓഫ് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ ഫോളോ ചെയ്യുന്ന സ്ട്രാറ്റജി എന്താണ്, അവരുടെ ഉദ്ദേശം എന്താണ്, പ്രോഗ്രാംസ് എന്താണ്, അതൊക്കെ ഒന്ന് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. മാർക്കറ്റ് സർവീസ് ടു കസ്റ്റമർ സെഗ്മെൻറ്റ്, നമ്മൾ ഏത് കാറ്റഗറിയിലുള്ള ആൾക്കാരനെയാണ്. ഈ സെഗ്മെൻറ്റ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. നമ്മൾ പണ്ട് വാങ്ങിയിരുന്ന ആൾക്കാരല്ല ഇപ്പോൾ കൂടുതൽ വാങ്ങുന്നുണ്ടായിരിക്കാം. അപ്പോൾ അത് ചിലപ്പോൾ എന്തെങ്കിലും എക്സ്പാൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ചിലതെന്ന് പറഞ്ഞാൽ ചില പ്രൊഡക്റ്റുകൾ ടീനേജേഴ്സ് മാത്രമാണ് ആദ്യം വാങ്ങുക. പിന്നെ അത് കുറച്ച് കഴിയുമ്പോഴേക്കും കുറച്ചും കൂടി ഏജ് ആയിട്ടുള്ള ആൾക്കാർ യൂസ് ചെയ്യാൻ തുടങ്ങും. പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ഏജ് ആയിട്ടുള്ള ആൾക്കാർ അതിങ്ങനെ എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ ഈ ടാർഗറ്റ് എന്ന് പറയുന്നത് ആദ്യം ചെറിയൊരു പോർഷൻ ഉള്ളതെങ്കിലും പിന്നീട് അതെന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പൊസിഷനിങ് ചെയ്യുക, നമ്മുടെ മാർക്കറ്റ്, നമ്മുടെ കമ്പനീനെ കുറിച്ചിട്ട് പൊസിഷൻ ചെയ്യുക. ചാനൽ ടു റീച്ച് ദ മാർക്കറ്റ്, മാർക്കറ്റിൽ എന്ത് ചെയ്യുക? പല ചാനലിലൂടെ മാർക്കറ്റിലേക്ക് എത്തുക. അതായത് നമ്മൾ പല മെത്തേഡിലൂടെ അഡ്വർടൈസ്മെൻറ്റ് മീഡിയാസ് ഉപയോഗിക്കുക, അത് അവിടേക്ക് എത്തിക്കുക, ഡയറക്റ്റായിട്ട് സെല്ല് ചെയ്യുക. അതിന് സ്കെയിൽ ആൻഡ് സ്കോപ്പ് ഓഫ് ആക്ടിവിറ്റീസ്, അതിന് വേണ്ട ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യുക. പിന്നെ ഐഡൻറ്റിഫൈ ദ ക്രൈറ്റീരിയ ഫോർ കാറ്റഗറൈസിങ് കസ്റ്റമേഴ്സിനെ കാറ്റഗറൈസ് ചെയ്യുന്ന ക്രൈറ്റീരിയകൾ നമ്മൾ തീരുമാനിക്കുക. ആ ക്രൈറ്റീരിയകൾ എന്ന് പറഞ്ഞാൽ ചിലത് നമ്മുടെ പ്രോഫിറ്റബിലിറ്റി, കൂടുതൽ പ്രോഫിറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ചില സാധനങ്ങൾ കൂടുതൽ വാങ്ങുക. ഗ്രോത്ത്, വോളിയം, കോമ്പറ്റീറ്റീവ് പൊസിഷനിങ്, അവരുടെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് വാങ്ങുന്ന ആൾക്കാരാണോ എന്നുള്ളത് നോക്കുക. അതുപോലെ തന്നെ വോളിയം ഓഫ് പർച്ചേസ്, ഓരോ സമയത്തും അവർ എത്രമാത്രം സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. കോമ്പറ്റീറ്റീവ് പൊസിഷനിങ്, മാർക്കറ്റ് നോളജ്, അവർക്ക് മാർക്കറ്റ് ഷെയർ എത്രയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഓഫറുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതലായിട്ട് പ്രൊവൈഡ് ചെയ്യുക. അതിൻ്റെ മാർജിൻ തീരുമാനിക്കുക. ടെക്നോളജി, റിസോഴ്സസ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് അത് ചെയ്യുക. കസ്റ്റമർ പ്രോഫിറ്റബിലിറ്റി റിപ്പോർട്ട്. ദ ബെസ്റ്റ് ഓവറോൾ മെഷർ ദ പെർഫോമൻസ് ഓഫ് CRM എന്ന് പറയുന്നത് പ്രോഫിറ്റബിലിറ്റി. ഓരോ കസ്റ്റമേഴ്സിൻ്റെയും പ്രോഫിറ്റബിലിറ്റി, എത്രമാത്രം നമുക്ക് പ്രോഫിറ്റ്, അതായത് ചെറിയ സാധനങ്ങൾ വാങ്ങുന്നുണ്ടാവും, ചിലപ്പോൾ വലുത് വാങ്ങുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് എത്രമാത്രം പ്രോഫിറ്റ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് നോക്കാം. കോൺട്രിബ്യൂഷൻ അപ്രോച്ച്, റവന്യൂ മൈനസ് അവോയ്ഡബിൾ കോസ്റ്റസ്. നമുക്ക് വന്നിട്ടുള്ള റവന്യൂ നമ്മൾ ഓഫറുകളോ കാര്യങ്ങളോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും കൂടി നമ്മൾ മൈനസ് ചെയ്യും. യൂസിങ് ഫുൾ കോസ്റ്റ് അപ്രോച്ച് ക്യാൻ ലീഡ് ടു റോങ് ഡിസിഷൻസ്. ഫുൾ കോസ്റ്റ് അപ്രോച്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റോങ് ഡിസിഷൻ, അതായത് ഫുള്ളായിട്ടുള്ള കോസ്റ്റ് അല്ല, നമ്മളിപ്പോഴും ഓഫറുകൾ കാര്യങ്ങൾ അതൊക്കെ നമ്മളിൽ നിന്ന് മൈനസ് ചെയ്യണം.
അസൈൻ വേരിയബിൾ കോസ്റ്റസ്, പിന്നെ അതിന് വരുന്ന വേറെ ചിലവുകൾ എന്തൊക്കെയാണെങ്കിൽ അതൊക്കെ മൈനസ് ചെയ്തിട്ട് വേണം നമ്മളത് ചെയ്യാൻ. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ ഇത്ര രൂപയാണ് നമുക്ക് കിട്ടുകയെന്ന് വെച്ചാൽ അത് ഡെലിവറി ചെയ്യാനൊക്കെ വരുന്ന എക്സ്പെൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചിട്ടുള്ള റിട്ടേൺ ആണ് നമുക്ക് കിട്ടുക. ഇനി നെക്സ്റ്റ് പ്രൊവൈഡ് ഗൈഡ് ലൈൻസ് ഡിഗ്രി ഓഫ് ഡിഫറൻസിയേഷൻ ഇൻ പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് എഗ്രിമെൻറ്റ്. ഇനി ഓരോ ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റിലും ഡിഫറൻസിയേഷൻ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ മെസ്സേജുകളും കാര്യങ്ങളൊക്കെ ഓൾട്ടർനേറ്റീവ്സും കാര്യങ്ങളൊക്കെ അവർക്ക് അവൈലബിൾ ആയിട്ട് ഓൺലൈൻ സൈറ്റ് സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ സെർച്ച് ചെയ്തിട്ടുള്ള ഒരു സാധനമല്ല, ഒരു കമ്പനിയുടെ അല്ല, മറ്റുള്ള ഏതൊക്കെ കമ്പനിയുടെ ഉണ്ട് എന്നുള്ള ഡാറ്റകളൊക്കെ നമുക്ക് അറ്റ് എ ടൈം നമുക്ക് കിട്ടും. അതൊക്കെ അവർ സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. സെലക്ട് ബൗണ്ടറീസ് ഫോർ ഡിഗ്രി ഓഫ് ഡിഫറൻസിയേഷൻ, അതിൽ ഓരോന്നിൻ്റെയും ഡിഗ്രി എത്രമാത്രം വ്യത്യാസം ഉണ്ട് എന്നുള്ളത്. ഡെവലപ്പ് ഫ്രെയിം വർക്ക് ഓഫ് മെട്രിക്സ്, ഇനി അത് കണ്ടുപിടിക്കാനുള്ള മെട്രിക്സ്, അതായത് സൂചകങ്ങൾ നമ്മൾ ഔട്ട്ലൈൻ ദ മെട്രിക്സ് ഓഫ് ഇൻട്രസ്റ്റ്, താല്പര്യം കാര്യങ്ങളും എങ്ങനെയാണ് അത് നമ്മൾ മെഷർ ചെയ്യുക. റിലേറ്റ് മെട്രിക്സ് ടു കസ്റ്റമർ ഇമ്പാക്ട് പ്രോഫിറ്റബിലിറ്റി ആൻഡ് പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ കസ്റ്റമർ. ആ മെട്രിക്സ് വെച്ചിട്ട് നമുക്ക് എത്രമാത്രം പ്രോഫിറ്റബിൾ ഉണ്ട് എന്നുള്ളതൊക്കെ മെഷർ ചെയ്ത് നോക്കാം. ഗൈഡ് ലൈൻസ് ഫോർ ഷെയറിംഗ് പ്രോസസ് ഇംപ്രൂവ്മെൻറ്റ് ബെനിഫിറ്റ് വിത്ത് കസ്റ്റമേഴ്സ്, അതിനുള്ള ഗൈഡ് ലൈൻസ് എങ്ങനെയാണ് കസ്റ്റമേഴ്സിന് ബെനിഫിറ്റ് ഉണ്ടാകുന്ന രീതിയിൽ അത് മാറ്റുക എന്നുള്ളതിൻ്റെ അതിനുള്ള ഗൈഡ് ലൈൻസ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് വരുന്നത്. ഓക്കെ, താങ്ക് യു.